പറ്റിയായിരുന്നു അവരെ എന്താ പറയേണ്ടതെന്നറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് ദിവസത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു ഔട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്നെ വിശ്വസിച്ച് അനുരാജേട്ടന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ടിപ്പുക്കാക്കും ഷിയാസ്കത്തും ഇന്ത്യൻ സിനിമാ കമ്പനിക്ക് ഞാൻ ഈ നേരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കുന്നു. ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും, ഞങ്ങൾ മാത്രമല്ല എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ചേർന്നുള്ള ഒരു പേരാണ് നരിവേട്ട. അപ്പോൾ അത് നിങ്ങൾ കണ്ടു, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ വേണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നരിവേട്ട ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ഇതിന് അധികം വേറെ പ്രൊമോഷൻസ് ഒന്നും അല്ല ആവശ്യം. ഇവിടെ നിന്ന് തോന്നുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഫ്രാങ്കായിട്ട് എത്തിക്കുക. എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. ഒരുപാട് സന്തോഷമുണ്ട്. ഐ എം ഗെറ്റിംഗ് ഇമോഷണൽ. സോ താങ്ക് യു സോ മച്ച്. അറിയുമല്ലോ, പച്ചയായ ജീവിയുടെ മനുഷ്യരുടെ ജീവിതം കാണിക്കുന്ന സമയത്ത് കളങ്കമില്ലാത്ത ചിരിയുള്ള ആളുകളാണ് അവർ. അപ്പോൾ അവരുടെ കൂടെ തന്നെ കുറേ ദിവസം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. അവരുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ചെടുത്ത ഭാഗങ്ങൾ നമ്മൾ സിനിമയാക്കി, അവരുടെ ക്യാരക്ടർ നമ്മൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇമോഷണലാണ്. ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ വെച്ച് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ട് എന്നും നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും നരിവേട്ട ഡാമി. താങ്ക് യു. വളരെ സന്തോഷം. ഈ ഒരു നരിവേട്ട ടീമിൻ്റെ ഹോൾ ടീമിൻ്റെ എഫോർട്ടാണ്. എല്ലാവരും മാനസികമായും ഫിസിക്കലി ഒക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊരു മൂവിയാണ്. അപ്പം മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറയുന്ന വിഷയവും ഇതുപോലെ പല നൂറ്റാണ്ടുകളായിട്ട് കാട് സ്വന്തം വീടാണെന്ന് കരുതിയ കുറേ ആൾക്കാർ ഒരു കാലത്ത് ഇതുപോലെ ഗവൺമെൻറ്റും നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ. ലൈക്ക് അതിൻ്റെ ഒരു അംശം മാത്രമാണ് ഈ മൂവിയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ലൈക്ക് അപ്പോൾ ഓഫ് കോഴ്സ് കാണുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അഭിനയിച്ചതൊക്കെ ഒറിജിനൽ ട്രൈബിലെ ആൾക്കാരൊക്കെയാണ്, സഹോദരങ്ങളാണ്. അവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലൈക്ക് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിനെ പോലെയാണ് എല്ലാവരും പെർഫോമൻസ് തന്നിരിക്കുന്നത്. അവർക്കും എന്താ പറയുക, ഭയങ്കര ഡിസിപ്ലിൻഡായിട്ട് അവരുടെ പെർഫോമൻസും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയായിരുന്നു അവരെ. എന്താ പറയേണ്ടതെന്നറിയില്ല. എല്ലാവരും നരിവേട്ട തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്റർ മൂവിയാണ്. എല്ലാ ജീവനും കിട്ടണമെങ്കിൽ ലൈക്ക് അത് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും നരിവേട്ട കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കുറച്ചധികം ആൾക്കാരുടെ എഫോർട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. സിനിമ കണ്ട അഭിപ്രായം പറയേണ്ട പ്രേക്ഷകരാണ്. അനുരാജ് എന്ന് പറയുന്ന സംവിധായകൻ 6 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു സിനിമ പറയുമ്പോൾ അതുപോലെ പല വിഷയങ്ങൾ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അല്ല അതിൻ്റെ കൊമേഴ്ഷ്യൽ പരിപാടികൾ, അതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ടാക്കിയൊരു പാക്കേജാണ് ഒരു സിനിമ. ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ ടെക്നിക്കൽ പരിപാടികളും പെർഫെക്റ്റ് ആയിട്ടുള്ള പടം. അതിന് ഭയങ്കര ഇമോഷണലാണ് കാര്യങ്ങൾ. സോ നമുക്ക് ചെയ്യാനുള്ള ചെയ്തു, പ്രേക്ഷകരിലേക്ക് തന്നു, അഭിപ്രായം പറയാം. എല്ലാവരും കരഞ്ഞിട്ടാണ്. അതെ ശരിക്കും അത് ആ സസ്പെൻസ് നമുക്ക് പൊളിക്കണ്ട. വളരെ ഇമോഷണലാണ്, അതേ പറയാനുള്ളൂ. യെസ്, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും സിനിമ കാണുക, ഇത്തരത്തിലുള്ള സിനിമകൾ കാണും. ഓക്കെ, താങ്ക് യു. ഇത് ആരെയാണെന്ന് അറിയാം നമുക്ക്. ഇത് ഞങ്ങളുടെ ഇന്ത്യൻ സിനിമാ കമ്പനി പ്രൊഡക്ഷനിലുള്ള ആദ്യത്തെ സിനിമയാണ്. ഒരു നല്ല പ്രോഡക്റ്റ്, നല്ല സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയും മലയാളത്തിലും തമിഴിലുമായി മുന്നോട്ട് ഞങ്ങൾ സിനിമകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് സിനിമ. പ്രേക്ഷകരോട് കാണാനുള്ളവരോട് എന്താണ് പറയുന്നത്? നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. ഓക്കെ, താങ്ക് യു.